ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സിലെ 5ാമത്തെ സിനിമയായ സിംഗം അഗെയിൻ OTTയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കോപ്പ് യൂണിവേഴ്സ് എന്ന് പറയുമ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് സിംഗം എന്ന് പറയുന്ന ആദ്യത്തെ നമ്മുടെ തമിഴ് സിംഗത്തിൻ്റെ റീമേക്കായ അജയ് ദേവ്ഗൻ ബാജിറാവ് സിംഗം എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് വന്ന സിംഗം എന്ന ഫിലിമിലൂടെയാണ് ഫസ്റ്റ് ഈ കോപ്പ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. സിംഗത്തിന് ശേഷം സിംഗം റിട്ടേൺസ് വന്നു. അതിനുശേഷം സിംബ, സൂര്യവംശി, അതുപോലെ സിംഗം അഗെയിൻ. ഈ ഒരു 5 ഫിലിംസാണ് ഇതുവരെ ഒരു കോപ്പ് യൂണിവേഴ്സിൽ പെടുന്നതായിട്ടുള്ള 5 ഫിലിംസായിട്ട് രോഹിത് ഷെട്ടി ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ഇദ്ദേഹം മറ്റൊരു പോലീസ് സ്റ്റോറിയും ചെയ്തിട്ടുണ്ട്. അതും കോപ്പ് യൂണിവേഴ്സിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല. കാരണം ഇതൊരു വെബ് സീരീസ് ആയിട്ട് ഇദ്ദേഹം ആമസോൺ പ്രൈമിൽ ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു, ദ പോലീസ് സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട്. അതൊരു എന്താ പറയുക, ഒന്നും എടുത്തു വെച്ച് പറയാനായിട്ടൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് സാധനമാണ്. ഒരു വെബ് സീരീസാണ് ആ ഒരു സീരീസ്. സത്യം പറഞ്ഞാൽ ആ ഒരു സീരീസ് ഇറക്കിയതിന് തന്നെ പോലീസുകാരുണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണം. കാരണം അത്രയ്ക്ക് വേസ്റ്റ് ലോജിക്ലെസ് സ്റ്റോറി ആയിരുന്നു ആ ഒരു ദ പോലീസ് സ്റ്റോറി എന്ന് പറയുന്ന വെബ് സീരീസും. അതുപോലെ തന്നെ ഈ ഒരു ഫിലിമായാലും ഇതിൻ്റെ കഥ എന്താണെന്ന് പറയുവാണെങ്കിൽ, കാരണം സിംഗം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഹിറ്റായിട്ടുള്ളൊരു ഫിലിമാണ്. ആ ഒരു ഫിലിം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പിന്നീട് വന്ന ഒരു ഫിലിമിനും ഒരു സിനിമയ്ക്കും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സിംഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ ഇദ്ദേഹം അഡാപ്റ്റ് ചെയ്തതാണ്, തമിഴിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിംഗത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം വന്ന ഫിലിംസ് എല്ലാം ഏകദേശം എല്ലാത്തിനും ഒരേ തരത്തിലുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. ഇതിൻ്റെ കഥയും പ്രത്യേകിച്ച് എന്താ പറയുക, ഇദ്ദേഹം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച കഥയോ കാര്യങ്ങളോ ഒന്നുമല്ല. രാമായണ കഥ എന്താണോ അത് തന്നെയാണ് ഈ ഫിലിമിൻ്റെയും കഥ. എടുത്തു പറയാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തേജാബായി ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ സലീം കുമാർ ഒരു കുടുംബത്തിൻ്റെ കഥ പറയണമെന്ന് പറയുമ്പം അദ്ദേഹം മഹാഭാരത കഥ സ്വന്തം കുടുംബത്തിൻ്റെ കഥയായിട്ടും പറയുന്നുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ഫിലിമിലും രാമായണമാണ് ഈ ഒരു കഥ, സിനിമയുടെ കഥ ഫുള്ളെന്ന് പറഞ്ഞ രാമായണം തന്നെയാണ്. ഇത് നമ്മൾ പറയാതെ പറയുകയല്ല, കാരണം ഈ സിനിമയ്ക്ക് ഉടനീളം ഇത് തന്നെ കാണിക്കുന്നുമുണ്ട്. ഒരു സൈഡിൽ കൂടെ ഒരു 5 മിനിറ്റ് രാമായണം കാണിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് ബാജിറാവ് സിംഗവും കൂട്ടത്തിലുള്ളവരുടെയും രാമായണമാണ് കാണിക്കുന്നത്. അത്തരത്തിലാണ് ഫിലിം കാണിക്കുന്നത്. ഈ ഇന്ത്യയിലാണ് തമിഴ്നാട്ടിലൊരു കഥ നടക്കുകയാണെങ്കിൽ ഈ ബാജിറാവ് സിംഗത്തിൻ്റെ കഥ തമിഴ്നാട്ടിൽ കാണിക്കും. ഇവർ ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ അവർ ശ്രീലങ്കയിൽ പോവും. അത്തരത്തിലുള്ള ഒരു കഥ തന്നെയാണ്. രാമായണം എന്താണോ അത് തന്നെയാണ് കാണിക്കുന്നത്. രാമനായിട്ട് അജയ് ദേവ്ഗൻ ചെയ്ത ബാജിറാവ് സിംഗം എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ എനിക്കൊന്ന് ഒട്ടും എനർജി ഇല്ലാതെ അഭിനയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ലാതെ. പണ്ട് നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറായിരുന്നു. പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടറായിരുന്നു അജയ് ദേവ്ഗൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറായിരുന്നു. പക്ഷേ ഈ ഒരു ഫിലിമിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനുമില്ല, ഒന്നുമില്ല. ഇത് കുറച്ച് മസിലും പിടിച്ച് ഒന്ന് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും അദ്ദേഹം സിനിമയിൽ കാണിക്കുന്നില്ല. അതുപോലെ പിന്നെ ലക്ഷ്മണനായിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈഗർ ഷ്രോഫ്. പിന്നെ പറയേ വേണ്ട, ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കും. എവിടെ നോക്കിയാലും മോൻ ചിരിച്ച് മാത്രമേ കാണത്തുള്ളൂ. അത്തരത്തിലുള്ള ഫേസ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ദീപിക പദുകോൺ ആയാലും സിംബ പിന്നെ പറയേ വേണ്ട. ഹനുമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ് സിംബ, രൺവീർ സിംഗ് ചെയ്ത സിംബ എന്ന് പറയുന്നൊരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ അക്ഷയ് കുമാർ ഏറ്റവും അവസാനം വന്നിട്ട് ഗരുഡനോ ആ ഒരു ക്യാരക്ടറായിട്ട് അക്ഷയ് കുമാറിനെയാണ് ഒരു താരതമ്യം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വെറും അട്ടർ വേസ്റ്റ് മൂവിയാണ്. ഒരു കാശിന് കൊള്ളാത്തൊരു ഫിലിം. തിയേറ്ററിൽ കണ്ടവരെ സമ്മതിച്ചു കൊടുക്കണം. ഈ ഒരു ഫിലിം അത്രയും മോശം പടമാണ്. കാരണം വരുംതോറും ഈ രോഹിത് ഷെട്ടിയുടെ ഫിലിംസ് ആദ്യമൊക്കെ വന്നത് കുറേ മലയാളത്തിൽ നിന്നുള്ള കുറേ റീമേക്ക്, ആക്കക്കുയിലൊക്കെ അദ്ദേഹം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില സിനിമകൾ, ഗോൽമാൽ എന്നൊക്കെ പറയുന്നത് പണ്ടിറങ്ങിയ ഗോൽമാലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിലിംസ് ആയിരുന്നു. പിന്നെ ഇറങ്ങിയതെല്ലാം വളരെ മോശമാണ്. റീസെൻ്റായിട്ട് ഇറങ്ങുന്നതെല്ലാം അട്ടർ വേസ്റ്റ് മൂവീസ്. കഥയൊന്നുമില്ല, ചുമ്മാ ഹീറോസിനെ അല്ലെങ്കിൽ ആ ഒരു ആക്ടേഴ്സിനെ ഒരു ഓവർ ദ ടോപ്പ് ആക്ടേഴ്സായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം, ഒരു ആക്ഷൻ സീൻസ് കൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് രോഹിത് ഷെട്ടി എന്ന് പറയുന്നത്.
അതുപോലെ ഇത് ഒന്നും കൂടാതെ ഇത്രയും ആക്ടേഴ്സിനെ കൂടാതെ തന്നെ അവസാനം നമ്മുടെ സൽമാൻ ഖാനെയും സിനിമയ്ക്കകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അത് ടെയിൽ എൻഡിൽ ചുൽബുൽ പാണ്ഡെയും കൂടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി അടുത്ത കോപ്പ് യൂണിവേഴ്സ് വരുമ്പോഴത്തേക്ക് എന്ത് കോപ്പാണ് കാണിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. പക്ഷേ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ സമയം നിങ്ങൾക്ക് മറ്റെന്തിനെങ്കിലും യൂസ് ചെയ്യാമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയതുപോലെ നിങ്ങൾക്കും തോന്നും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.